അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Boya M1 മൈക്കാണ്. ഇതെൻ്റെ പപ്പ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ തുറന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ഞാനിത് കത്രിക വെച്ച് മുറിക്കാൻ പറഞ്ഞാൽ അല്ലാതെ കൈയിട്ട് തുറക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇനി ഇതൊരു ബോക്സും കൂടി ഉണ്ട്. ഇത് നമുക്ക് അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് വാറണ്ടി കാർഡും ഇത് മാനുവലും ആണ്. ഇനി ഒരു പൗച്ചിലാണ് ഈ മൈക്കും സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റാം. നമുക്കിത് തുറക്കാം. പൗച്ചിൽ ഉള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൗച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അത് തുറന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അതിലൂടെ എഴുതിയിട്ടുള്ള സ്പോഞ്ച് പോലത്താണ്. ഇത് നമ്മൾ മൈക്കിൽ കുത്തിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇതെന്തിനു ഉപയോഗപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ കാറ്റൊക്കെ വരില്ലേ, അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗപ്പെടുന്നത്. ഇത് അതിൻ്റെ ബാറ്ററി എന്ന് വെച്ചാൽ മൈക്കിൻ്റെ അകത്തിടുന്ന ബാറ്ററി. ഇത് നമ്മുടെ ഉടുപ്പിലൊക്കെ കുത്തുന്ന ക്ലിപ്പ്. ഇത് മെറ്റൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു കണക്ടറും കുട്ടാൻ കിട്ടും. ഇത് ഓക്സ് കണക്ടറാണ്. അപ്പം നമുക്ക് ഈ സ്പോഞ്ച് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ സ്പോഞ്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഇടാം. അപ്പം നമുക്ക് ഇനി ഇതിടാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി നമുക്കിതിടാനുള്ള ഗ്യാപ്പ്. ഇതിട്ട് അപ്പം നമ്മൾ ബാറ്ററി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടാം. അപ്പം നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. ഇത് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് മുകളിലേക്ക് ചെയ്യണം. സ്മാർട്ട് ഫോണിൽ ആണെങ്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ താഴത്തേക്ക് ഇത് ചെയ്യണം. ഇപ്പം ഞാൻ ക്യാമറയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറിന് 6 മീറ്റർ നീളമുണ്ട്. ഈ മൈക്ക് ഒമിനി ഡയറക്ഷനാണ്. എന്ന് വെച്ചാൽ ഇതെവിടെ നിന്നും ശബ്ദം പിടിക്കും. ഇവിടെ എല്ലായിടത്തും നമ്മുടെ അടുത്ത് കിട്ടുന്നവിടെ ആളുടെ സംസാരിക്കുകയാണെങ്കിൽ ആ ശബ്ദമൊക്കെ ഇത് പിടിക്കും. ഇനി നമുക്കിത് DSLR ഇട്ട് ടെസ്റ്റ് ചെയ്യാം. ഹലോ. അപ്പം ഞാൻ ഈ മൈക്ക് ഇതിൽ നിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടറിലും കണക്ട് ചെയ്യാൻ പറ്റും. ഈ മൈക്കിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. ബൈ ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.